जय जय श्री चैतन्य जय नित्यानंद। जय जय श्री चैतन्य जय नित्यानंद। जय द्वैत चंद्र जय गौर भक्त वृंद। जय द्वैत चंद्र जय गौर भक्त वृंद। जय जय श्री चैतन्य जय नित्यानंद। जय जय श्री चैतन्य जय नित्यानंद। जय अद्वैत चंद्र जय गौर भक्त वृंद। जय अद्वैत चंद्र जय गौर भक्त वृंद। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। जय जय गौरा जय नित्यानंद। जय जय गौरा जय नित्यानंद। जय गौरा जय नित्यानंद। जय गौरानिताय जय गौरानिताय। जय पंचतत्व पंचतत्व जय गौरभक्त जय श्री रूप सनातन भक्त रघुनाथ। श्री जीव गोपाल भट्ट दास रघुनाथ। जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद। जय जय गुरुदेव जय जय गुरुदेव। हरे गौरा हरि बोल, हरि बोल, हरि बोल नित्य गौरा हरि बोल। श्री श्री गोविंदाय की जय, पंचतत्वा की जय, गौरांग भक्तवृंद की जय, शको समिपाद की जय, गुरु परंपरा की जय, शील प्रभुपाद की जय, गुरुदेव की जय। देवेंद्र श्री चैतन्य चरितामृत की जय, श्री कृष्णदास गौराज गोस्वामी की जय, गौर प्रेमानंद हरि हरि कृष्ण। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कथा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरून् श्रीयुतापदकमलं श्रीगुरून् वैष्णवांश श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगण ललिता श्रीविशाखान्वितांश। हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोऽस्तुते। सप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छकल्पतरुपश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। पञ्चतत्त्वात्मकं कृष्णं भक्तरूपस्वरूपकं
भक्तावतारं भक्ताख्यं नमामि भक्तशक्तिकं। जय श्री कृष्ण चैतन्य प्रभु नित्यानंद, श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. ഏവർക്കും ഇന്നത്തെ ചിന്തന ചേതാവിൻ സത്സംഗത്തിലേക്ക് സ്വാഗതം. 262 അല്ലേ മാതാജി സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതെ ബ്രോ. ഓക്കെ. മലയാളം വായിക്കാൻ റെഡി അല്ലേ? റെഡിയാണ് പ്രഭു. ഹരേ കൃഷ്ണ. അതിനു മുമ്പ് ഒരു ചെറിയൊരു കറക്ഷൻ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സില് നമ്മുടെ നാരായണിയുടെ പാസ്റ്റ് ടൈം പറഞ്ഞിരുന്നു, ശ്രീവാസ് ഠാക്കൂറിന്റെ നീസിന്റെ. അപ്പൊ അത് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്, ശ്രീവാസ് ഠാക്കൂറിന്റെ സഹോദരിയുടെ പുത്രിയാണോ എന്നുള്ളത്. അപ്പോ ചെക്ക് ചെയ്തപ്പോ അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീവാസ് ഠാക്കൂറിന് ആക്ച്വലി 5 സഹോദരങ്ങളാണ് അവരുള്ളത്. അതില് മൂത്ത ജ്യേഷ്ഠൻ നളിന പണ്ഡിറ്റിന്റെ മകളാണ് നാരായണി ആക്ച്വലി. പിന്നെ നളിന പണ്ഡിറ്റ്, പിന്നെ ശ്രീവാസ് ഠാക്കൂർ, ശ്രീപതി, ശ്രീറാം, ശ്രീനിധി. ഇങ്ങനെ 5 പേര്, 5 സഹോദരങ്ങളാണ്. ശ്രീവാസ് ഠാക്കൂർ നാരദമുനി, ശ്രീപതി പർവ്വതമുനിയാണ്. അപ്പൊ അവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്, പർവ്വതമുനി നാരദമുനി. അതുകൊണ്ട് ശ്രീവാസ് ഠാക്കൂറിന്റെ കൂടെയായിരുന്നു ശ്രീപതിയും താമസിക്കുന്നത്. അപ്പൊ അങ്ങനെ നളിന പണ്ഡിറ്റന് മരിച്ചു പോയതിനു ശേഷം നാരായണീനെ ടേക്ക് കെയർ ചെയ്തിരുന്നത് ശ്രീവാസ് ഠാക്കൂർ ആയിരുന്നു. അതുകൊണ്ടാണ് ശ്രീവാസ് ഠാക്കൂറിന്റെ വീട്ടില് നാരായണി ഉണ്ടായിരുന്നത്. ഓക്കെ. ഹരേ കൃഷ്ണ. ഓക്കെ. സോ ഇന്നത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം. ചതുരേതാമത് ആദില അധ്യായം 17 ശ്ലോകം 262. വിസ്താരിതയായിലാമാമി ഹൊയ്ല വിപരീത, ഏസ ഭാദുർജാനർ കൈച്ചേ ഹോയ്ബേ കാഹിത. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. വാക്കുകളുടെ അർത്ഥം: വിസ്താരിതെ മോചിപ്പിക്കാൻ, ആയിലാമ വന്നു, ആമി ഞാൻ, ഹൈല ആയിത്തീർന്നു, വിപരീത നേരെ വിപരീതം, ഏ സഭ ഇവയെല്ലാം, ദുർജനേര ദുർജനങ്ങളെ, കഴിച്ചേ എങ്ങനെ, ഹേ ഇബേക അതെങ്ങനെ സാധിക്കും, ഹിത നന്മ. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ഞാൻ അവതരിച്ചിരിക്കുന്നത് എല്ലാ പതിതാത്മാക്കളെയും മോചിപ്പിക്കുവാനാണ്. പക്ഷെ ഇപ്പോൾ അതിന്റെ നേർവിപരീതം സംഭവിച്ചിരിക്കുന്നു. ഈ ദുർജനങ്ങളെ എങ്ങനെ രക്ഷിക്കാൻ കഴിയും? അവർക്ക് എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാൻ കഴിയും? ഹരേ കൃഷ്ണ. ശ്ലോകം 263. আমাকে প্রণাতি করে হয় পাপ ক্ষয়, তবে সে হারে ഭക്തി ലോയലയ. വാക്കുകളുടെ അർത്ഥം: ആമാക്കെ എനിക്ക്, പ്രണതി പ്രണാമം, കരേ ചെയ്യണം, ഹയ ആയി തീരുന്നു, പാപക്ഷയം, തബേ അപ്പോൾ, സേ അവർ, ഇഹാരെ അവർക്ക്, ഭക്തി ഭക്തിയുത സേവനം, ലാവോയായിലെ സ്വീകരിക്കാനിടയായാൽ, ലയ സ്വീകരിക്കും. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ഈ ജനങ്ങൾ എനിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്ന പക്ഷം ഇവരുടെ പാപപ്രതികരണങ്ങൾ ഇല്ലാതാക്കപ്പെടും. അതിനുശേഷം ഞാൻ അവരെ പ്രേരിപ്പിക്കുകയാണെങ്കിൽ അവർ ഭക്തി സ്വീകരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോകം 264. മോരെ നിന്ദ കരോ യേ ना करे नमस्कार, ऐसा भाजिवेरावश्य കോരിബേ ഉദ്ധാര. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: മോരെ എന്നെ, നിന്ദാകരെ നിന്ദിച്ച്, ഏതൊരുവൻ, നാ ഇല്ല, കരെ ചെയ്യുക, നമസ്കാരങ്ങൾ, സബെ ഇവരെല്ലാം, ജീവേരെ ജീവസത്തകൾ, അവശ്യ തീർച്ചയായും, കരീബ ചെയ്യണം, ഉദ്ധാര മോചിപ്പിക്കൽ. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. എന്നെ നിന്ദിക്കുകയും നമസ്കരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ പതിതാത്മാക്കളെയെല്ലാം തീർച്ചയായും ഞാൻ മോചിപ്പിക്കണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.
ശ്ലോകം 265. अतएव अवश्यामि सन्न्यास करीभ സന്യാസി ബുദ്ധ്യ മോരെ പ്രണത ഹോയിവ. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: അതയേവ അതുകൊണ്ട്, അവശ്യ തീർച്ചയായും, ആമി ഞാൻ, സന്യാസം കരീബ സ്വീകരിക്കാം, സന്യാസി ബുദ്ധിയെ സന്യാസിയായി കാണുന്നതിലൂടെ, മോരെ എനിക്ക്, പ്രണത നമിക്കുക, ഹൈബ ചെയ്യും. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ഞാൻ സന്യാസം സ്വീകരിക്കണം. എന്തിനെന്നാൽ ഒരു സന്യാസി എന്ന നിലയിൽ അപ്പോൾ ജനങ്ങൾ എന്നെ നമസ്കരിക്കും. ഭാവാർത്ഥം: വർണ്ണാശ്രമ വ്യവസ്ഥിതിയിൽ ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ബ്രാഹ്മണനാണ് സർവപ്രധാനി. എന്തുകൊണ്ടെന്നാൽ മറ്റു വർണ്ണങ്ങളിൽ ഉള്ളവരുടെയെല്ലാം അധ്യാപകനും ഗുരുവും ബ്രാഹ്മണനാണ്. അതുപോലെ ആശ്രമക്രമങ്ങളിൽ ബ്രഹ്മചര്യം, ഗൃഹസ്ഥം, വാനപ്രസ്ഥം, സന്യാസം ഏറ്റവും ഉന്നതം സന്യാസമാണ്. അതുകൊണ്ട് എല്ലാ വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും ആധ്യാത്മിക ഗുരു ഒരു സന്യാസിയാണ്. ഒരു ബ്രാഹ്മണനും സന്യാസിക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കണം. ദൗർഭാഗ്യവശാൽ ജാതി ബ്രാഹ്മണർ വൈഷ്ണവ സന്യാസിക്ക് നമസ്കാരങ്ങൾ അർപ്പിക്കുകയില്ല. അവർ ഭാരതത്തിലെ സന്യാസിക്ക് പോലും നമസ്കാരങ്ങൾ അർപ്പിക്കുകയില്ലെന്ന് അഹങ്കരിക്കുന്നവരാണ്. ആ സ്ഥിതിക്ക് അവർ യൂറോപ്യൻ, അമേരിക്കൻ സന്യാസിമാർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിനെ കുറിച്ച് എന്തു പറയാൻ? ജാതി ബ്രാഹ്മണർ പോലും ഒരു സന്യാസിക്ക് ആദര പ്രണാമങ്ങൾ അർപ്പിക്കുമെന്ന് മഹാപ്രഭു പ്രതീക്ഷിച്ചു. എന്തുകൊണ്ടെന്നാൽ 500 വർഷം മുമ്പ് ഏതൊരു സന്യാസിയെയും കണ്ടാലുടൻ അദ്ദേഹം അറിയപ്പെടുന്നവനാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തിന് ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്ന രീതി നിലനിന്നിരുന്നു. കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിലെ സന്യാസിമാർ നിർവാജ്യരാണ്. ശിഷ്യന്മാരെല്ലാം ആത്മീയ ദീക്ഷ സ്വീകരിച്ചവരുമാണ്. ഹരിഭക്തി വിലാസത്തിൽ സനാതന ഗോസ്വാമി പറഞ്ഞിട്ടുള്ളതുപോലെ, തഥാ ദീക്ഷാ വിധാനേന ദ്വിജത്വം ജായതേ നൃണാം. ദീക്ഷ സ്വീകരണത്തിന്റെ ക്രമവിധാനത്തിലൂടെ ഏതൊരാൾക്കും ഒരു ബ്രാഹ്മണനായി തീരാം. അപ്രകാരം ഞങ്ങളുടെ ശിഷ്യന്മാർ ആരംഭത്തിൽ ഭക്തന്മാരോടൊപ്പം ജീവിക്കാൻ തയ്യാറാവുകയും ക്രമേണ 4 നിരോധിത പ്രവൃത്തികളും, അവിഹിത ലൈംഗിക ബന്ധം, ചൂതാട്ടം, മാംസഭക്ഷണം, ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഉപേക്ഷിച്ച് ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ പുരോഗതി ആർജിക്കുകയും ചെയ്യുന്നു. ഈ തത്വങ്ങൾ കൃത്യമായി പിന്തുടരുന്നുണ്ടെന്ന് ബോധ്യമാകുമ്പോൾ അവന് പ്രഥമ ദീക്ഷ ഹരിനാമം നൽകപ്പെടുന്നു. തുടർന്ന് അവൻ പതിവായി ദിവസവും 16 മാല ജപിക്കണം. പിന്നീട് 6 മാസത്തിനോ അല്ലെങ്കിൽ 1 വർഷത്തിനോ ശേഷം യജ്ഞത്തോടും ആചാരങ്ങളോടും പൂണുനൂലോടും കൂടി രണ്ടാമതും ദീക്ഷ നൽകുന്നു. കുറെ കാലത്തിനു ശേഷം അവൻ കൂടുതൽ ഉന്നതി ആർജിക്കുമ്പോൾ ഈ ഭൗതിക ലോകം ത്യജിക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷം അവന് സന്യാസ ദീക്ഷ നൽകുന്നു. ആ സമയത്ത് അവൻ ഇന്ദ്രിയങ്ങളുടെ യജമാനൻ എന്നർത്ഥം വരുന്ന സ്വാമി അഥവാ ഗോസ്വാമി എന്ന നാമം സ്വീകരിക്കുന്നു. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്നവർ അവരെ ആദരിക്കുകയോ യഥാർത്ഥ സന്യാസിമാരെ അംഗീകരിക്കുകയോ ചെയ്യില്ല. ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്ന അത്തരം ആളുകൾ വൈഷ്ണവ സന്യാസിമാരെ ബഹുമാനിക്കുമെന്ന് ശ്രീ ചൈതന്യ മഹാപ്രഭു പ്രതീക്ഷിച്ചു. അവർ ബഹുമാനിച്ചില്ലെങ്കിലും സന്യാസിമാരായി അംഗീകരിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. കാരണം ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്ന ആ നിഷേധികൾക്കുള്ള ശിക്ഷ ശാസ്ത്രത്തിൽ വിവരിച്ചിട്ടുണ്ട്. ശാസ്ത്രം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: ദേവതാ പ്രതിമാം ദൃഷ്ട യദീം ചൈവ ത്രിദണ്ഡിനം നമസ്കാരം ന കുര്യാദ്യ പ്രായശ്ചിത്തി യദേ നരഹ. ക്ഷേത്രത്തിലെ ഭഗവത് വിഗ്രഹത്തിന് മുന്നിലോ ഒരു ത്രിദണ്ഡി സന്യാസിയെയോ നമസ്കരിക്കാത്ത ഒരുവൻ നിശ്ചയമായും പ്രായശ്ചിത്തത്തിന് വിധേയനാകണം. അത്തരം ഒരു സന്യാസിക്ക് പ്രണാമങ്ങൾ അർപ്പിക്കാത്ത ഒരുവനുള്ള നിർദ്ദിഷ്ട പ്രായശ്ചിത്തം 1 ദിവസത്തെ ഉപവാസമാണ്. ഹരേ കൃഷ്ണ. ശിലപ്രഭുപാദ് കി ജയ്. ശ്ലോകം 266. പ്രണതിത്തെ ഹോയ്ബേ ഇഹാര അപരാതക്ഷായ നിർമ്മല ഹൃദയേ ഭക്തി കരൈബേ ഉദായ. വാക്കുകളുടെ അർത്ഥം: പ്രണതിതെ നമസ്കരിക്കുന്ന, ഹബേ ഉണ്ടായിരിക്കും, ഇഹാര ഇത്തരം അപരാധ തെറ്റുകൾ, ക്ഷയ ഇല്ലാതാക്കുക, നിർമ്മല പരിശുദ്ധമായ, ഹൃദയത്തിൽ, ഭക്തിയുത സേവനം, കരായിബ ഞാൻ ചെയ്യിക്കും, ഉദയം. വിവർത്തനം ബൈ ശിലപ്രഭുപാദ് കി ജയ്. നമസ്കാരം അർപ്പിക്കുന്നത് അവരെ അപരാധങ്ങളുടെ പ്രതികരണങ്ങളിൽ നിന്ന് മുക്തരാക്കും. അപ്പോൾ എന്റെ കാരുണ്യത്താൽ അവരുടെ നിർമ്മല ഹൃദയങ്ങളിൽ ഭക്തി ഉദയമാകും. ഭാവാർത്ഥം: വേദശാസനം അനുസരിച്ച് ഒരു ബ്രാഹ്മണന് മാത്രമേ സന്യാസം നൽകുകയുള്ളൂ. ശങ്കര സമ്പ്രദായം
ഏകദണ്ഡ സന്യാസ സമ്പ്രദായം. ജാതി ബ്രാഹ്മണർ അഥവാ ജന്മം കൊണ്ട് ബ്രാഹ്മണരായവർക്ക് മാത്രമേ സന്യാസം നൽകുകയുള്ളൂ. പക്ഷേ വൈഷ്ണവ സമ്പ്രദായത്തിൽ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിക്കാത്ത ഒരുവനെ പോലും ഹരിഭക്തി വിലാസത്തിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് തഥാ ദീക്ഷാ വിധാനേന ദ്വിജത്വം ജായതേ നൃണാം ബ്രാഹ്മണനാക്കാം. ലോകത്തിന്റെ ഏതു ഭാഗത്തുമുള്ള ഏതൊരുവനെയും ദീക്ഷാവിധികൾക്കനുസരിച്ച് ബ്രാഹ്മണനാക്കാം. അവൻ ലഹരി പദാർത്ഥവും അവിഹിത ലൈംഗികവും ചൂതാട്ടവും മാംസഭക്ഷണവും വർജിക്കുക എന്ന തത്വം പാലിച്ച് ബ്രാഹ്മണീയ സദാചാരം പിന്തുടരുമ്പോൾ അവന് സന്യാസം നൽകപ്പെടും. കൃഷ്ണാവബോധ സമിതിയിലെ എല്ലാ സന്യാസിമാരും ലോകത്തിലെമ്പാടും പ്രചാരണം നടത്തുന്നവർ ഔദ്യോഗിക അംഗീകാരമുള്ള ബ്രാഹ്മണ സന്യാസിമാരാണ്. അതിനാൽ അവർക്ക് ആദരപൂർണമായ പ്രണാമങ്ങൾ അർപ്പിക്കുന്നതിനെ ജാതി ബ്രാഹ്മണരെന്ന് പറയപ്പെടുന്നവർ എതിർക്കരുത്. ശ്രീ ചൈതന്യ പ്രഭു ശുപാർശ ചെയ്തിട്ടുള്ളതുപോലെ അവർക്ക് പ്രണാമങ്ങൾ അർപ്പിക്കുമ്പോൾ തങ്ങളുടെ അപരാധങ്ങൾ ഇല്ലാതാവുകയും ഭക്തിയുത സേവനമാകുന്ന തങ്ങളുടെ സ്വാഭാവിക സ്ഥിതിയിലേക്ക് സ്വയമേവ ഉണരുകയും ചെയ്യും. നിത്യസിദ്ധ കൃഷ്ണപ്രേമ സാധ്യ കപുനയ. പരിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ കൃഷ്ണപ്രേമം ഉണർത്താൻ കഴിയും. സന്യാസിമാർക്ക്, പ്രധാനമായും വൈഷ്ണവ സന്യാസിമാർക്ക് എത്രയധികം നമസ്കാരങ്ങൾ അർപ്പിക്കുന്നുവോ അത്രയും അധികം നമ്മുടെ അപരാധങ്ങൾ ക്ഷയിക്കുകയും ഹൃദയങ്ങൾ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പവിത്രീകരിക്കപ്പെട്ട ഒരു ഹൃദയത്തിൽ മാത്രമേ കൃഷ്ണപ്രേമം ഉണരുകയുള്ളൂ. ഇതാണ് ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ സമ്പ്രദായത്തിന്റെ കൃഷ്ണാവബോധ പ്രസ്ഥാനത്തിന്റെ പ്രക്രിയ. ഹരേ കൃഷ്ണ. ശ്രീല പ്രഭുപാദ് കി ജയ്. ശ്ലോകം 267. ए सभा पाषण्डे रथवे होइबे निस्तार, আর কোন উপায় নাই এই യുക്തി സാര. വാക്കുകളുടെ അർത്ഥം: ഏയ് സഭ, എല്ലാ പാഷണ്ഡീര അസുരന്മാരുടെ, തബേ അപ്പോൾ, ഹൈബേ ഉണ്ടായിരിക്കും, നിസ്താര മോചനം, ആര വേറെ, കോന എന്തെങ്കിലും, ഉപായ മാർഗം, നാഹി ഇല്ല, ഏ ഇത്, യുക്തി വാദത്തിന്റെ, സാര സാരം. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. ഈ ലോകത്തിലെ വിശ്വാസഹീനരായ പാഷണ്ഡികളെയെല്ലാം ഈ പ്രക്രിയയിലൂടെ മോചിപ്പിക്കുവാൻ കഴിയും. മറ്റൊരു മാർഗവുമില്ല. യുക്തിയുടെ സാരം ഇതാണ്. ആരുടെ മൈക്ക് ഓൺ ആണ്, ഒന്ന് ഓഫ് ചെയ്യണേ. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സില് നമ്മള് കേട്ടിട്ടുണ്ടാവും, അതായത് മഹാപ്രഭു ഇങ്ങനെ ദീക്ഷ എടുത്തതിന് ശേഷം അദ്ദേഹം എന്താ പറയാ കൂടുതലും ഹരിനാമ സങ്കീർത്തനത്തില് മുഴുകിയിരിക്കുന്ന സമയമായിരുന്നു. അവരുടെ മഹാപ്രഭുവിന്റെ അസോസിയേറ്റ്സ് എല്ലാവരും കൂടിയിട്ട്, അനുയായികളെല്ലാവരും കൂടിയിട്ട് ഒരു സദാസമയം കീർത്തനം ചെയ്തിരുന്നു. അങ്ങനെ പല ലീലകളും മഹാപ്രഭു ശ്രീവാസാങ്കണത്തിലും ചന്ദ്രശേഖരാചാര്യരുടെ വീട്ടിലും അങ്ങനെ പലയിടത്തുമായിട്ട് പല ലീലകളും മഹാപ്രഭു ചെയ്തിരുന്നു. അപ്പൊ മഹാപ്രഭു ദീക്ഷ എടുത്തതിന് ശേഷം മഹാപ്രഭു എന്താ പറയാ ഒരു ട്രാൻസ്ഫോർമേഷൻ വരെയാണ് മഹാപ്രഭു ആ ഗോപി ഭാവത്തിലേക്ക് മഹാപ്രഭു കടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ദിവസം മഹാപ്രഭു ആ ഭാവം സ്വീകരിച്ചതിന് ശേഷം മഹാപ്രഭു എന്താ പറയാ ഗോപി എന്നുള്ള ആ വിരഹത്തില് ഇരുന്ന സമയത്ത് ഒരു ബ്രാഹ്മണൻ എന്താ പറയാ അവിടുത്തെ വേദ പാഠശാലയിൽ ഒരു ബ്രാഹ്മണൻ വരെയും ഒരു എന്താ പറയാ അദ്ദേഹം കണ്ട് ഇതെന്താ ഇദ്ദേഹം എന്താ പറയാ സ്ത്രീകളുടെ പേര് ഉച്ചരിക്കണെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ ഓടിപ്പോയി എല്ലാവരോടും പറഞ്ഞ് അങ്ങനെ. അപ്പോ ഇത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മഹാപ്രഭു അപ്പോ എന്താ പറയാ മഹാപ്രഭു ആ ബ്രാഹ്മണൻ അദ്ദേഹത്തെ എന്താ പറയാ എന്താ ഗോപി എന്നൊക്കെ വിളിച്ച് കളിയാക്കണേ എന്ന് പറഞ്ഞപ്പോ മഹാപ്രഭു അദ്ദേഹത്തിനെ ചേസ് ചെയ്യുന്നുണ്ട്, ഓടിക്കുന്നുണ്ട് അദ്ദേഹത്തിനെ. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അയാൾ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങള് വലിയ കൃഷ്ണഭക്തനാന്നൊക്കെ പറഞ്ഞിട്ട് സ്ത്രീകളുടെ പേരും ഉച്ചരിച്ചിങ്ങനെ ഇരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പോ ഒരു ഭക്തന് ഭഗവാനെയും ഭഗവാന്റെ ഭക്തന്മാരെയും കുറ്റം പറയുമ്പോൾ അയാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. അയാള് അതിനെതിരെ എന്താ പറയാ റിയാക്ട് ചെയ്യും. അത് ഏത് അളവ് വരെ വേണമെങ്കിലും അയാൾ പോകും. അതാണ് മഹാപ്രഭു
അദ്ദേഹത്തിന് പിന്നാലെ ഓടി അദ്ദേഹത്തിനെ തല്ലാനായിട്ട് ഓടിയത് അദ്ദേഹം. അപ്പൊ അങ്ങനെ എന്താ പറയാ, മഹാപ്രഭു പിന്നീട് അതിനുശേഷം മഹാപ്രഭു ആലോചിക്കുകയാണ്. മഹാപ്രഭു എന്തുകൊണ്ടാണ് ഇവര് ഇങ്ങനെ എന്നെ കുറ്റം പറയുന്നത്? എന്നെ സ്വയം ഭഗവാനാണ് എന്ന് അറിഞ്ഞിട്ടും ആരും എന്നെ റെസ്പെക്ട് ചെയ്യുന്നില്ല. കാരണം മഹാപ്രഭു ഇവിടെ അവതരിച്ചതിന്റെ ലക്ഷ്യം തന്നെ എന്താ? എല്ലാവർക്കും ഭഗവാന്റെ ആ ഉന്നത ഉജ്ജ്വല രസ സ്വഭക്തി ശ്രീയം, ഭഗവാന്റെ ആ ഉന്നത ഉജ്ജ്വല രസം, ആ ഭക്തി രസം അല്ലെങ്കിൽ ആ കൃഷ്ണപ്രേമം എല്ലാവർക്കും നൽകാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അതാർക്കും സ്വീകരിക്കാൻ താല്പര്യമില്ല. എല്ലാവർക്കും കൃഷ്ണപ്രേമ മഹാപ്രഭു വാരിക്കോരി കൊടുക്കുകയായിരുന്നു. പക്ഷെ എന്താ പറയാ, പ്രത്യേകിച്ച് ഈ ബ്രാഹ്മണര്, അതായത് ഇപ്പൊ ഇതില് പ്രഭുപാദ് പറഞ്ഞ പോലെ ആ, ജാതി കാസ്റ്റ് ബ്രാഹ്മണാസ്, അതായത് ബംഗാളില് അവരെ പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ജാതി ഗോസായിസ് എന്ന് പറയും. ജാതി ഗോസായി, ജാതി മീൻസ് ജാതി അവരുടെ, ഗോസായി ഗോസ്വാമി എന്ന് വെച്ചാൽ ബ്രാഹ്മണൻ അർത്ഥമാണ്. ജാതി ഗോസായിസ് എന്നാണ് അവരെ പറയാ. അപ്പോ അവരെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈ ബർത്ത് ബ്രാഹ്മണ ഫാമിലിയിൽ ജനിച്ചവരായിരിക്കും അവര്. ആൻഡ് അവർക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു. അവരൊരിക്കലും വൈഷ്ണവരെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അത് മാത്രമല്ല, ബ്രാഹ്മണരെക്കാളും ഉയർന്ന പൊസിഷനാണ് വൈഷ്ണവര് എന്ന് പറഞ്ഞാൽ അതും അവരെ അക്സെപ്റ്റ് ചെയ്തിരുന്നില്ല. അത് പിൻകാലത്ത് സിദ്ധാന്ത സരസ്വതി ഠാക്കൂർ വന്നിട്ട് അതിനെ എന്തെല്ലാം എന്താ പറയാ, ബ്രാഹ്മണരോടെല്ലാം ഡിബേറ്റ് ചെയ്ത് അവരെല്ലാം തോൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ശാസ്ത്രങ്ങളില് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ജന്മനാ ജായത്തെ ശൂദ്ര വേദ പഠന്തി സംസ്കാരേ ഭവതി ദ്വിജ വേദ പഠന്തി തദ്വിപ്ര ബ്രഹ്മജാനാതി ഇതി ബ്രാഹ്മണ. അതായത് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഒരു ബ്രാഹ്മണനാവുന്നത് ബ്രഹ്മ ജാനാതി ഇതി ബ്രാഹ്മണ, ബ്രഹ്മത്തെ അറിയുമ്പോൾ അല്ലെങ്കിൽ അയാള് പരമസത്യത്തെ മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് അയാള് ശരിക്കും ഒരു ബ്രാഹ്മണനാവുന്നത്. അല്ലാതെ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്ന് കൊണ്ട് അയാൾ ഒരിക്കലും ബ്രാഹ്മണനാവുന്നില്ല. ഇനി അയാൾ പൂണൂലിട്ടാൽ പോലും അയാള് ബ്രാഹ്മണനാവുന്നില്ല. സംസ്കാരേ ഭവതി ദ്വിജ എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് സംസ്കാരം കൊണ്ട് അയാളുടെ ഇപ്പൊ ജനിച്ച വീട്ടില് അല്ലെങ്കിൽ അവരുടെ ആ കുടുംബത്തിലെ സംസ്കാരം കൊണ്ട് അയാൾ ചിലപ്പോ പൂണൂല് ഇട്ടെന്ന് വരാം. പക്ഷെ അതുകൊണ്ട് അയാൾ ഒരു ദ്വിജൻ മാത്രമേ ആവുന്നുള്ളൂ. എന്നാണോ അയാള് പരമസത്യത്തെ, അതായത് ഭഗവാനെ അറിയുന്നത്, അന്ന് മാത്രമേ അയാള് ബ്രാഹ്മണനാവുന്നുള്ളൂ. അപ്പൊ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചു എന്നത് കൊണ്ട് മാത്രം അയാൾക്ക് ഒരിക്കലും ബ്രാഹ്മണനാവാൻ കഴിയില്ല. ശാസ്ത്രം പറയുന്നത് ജന്മനാ ജായത്തെ ശൂദ്ര, ജന്മം കൊണ്ട് എല്ലാവരും ശൂദ്രന്മാരാണ്. അത് നിങ്ങൾ ഏത് കുലത്തിൽ ജനിച്ചാൽ, രാജാവിന്റെ മകനായാലും ശരി, ബ്രാഹ്മണന്റെ മകനായാലും ശരി, ശൂദ്രന്റെ മകനായാലും ശരി, എല്ലാവരും ശൂദ്രന്മാരാണ്. ഇനി അയാള് വേദം, അതായത് സംസ്കാരം കൊണ്ട്, ഇനിയിപ്പൊ അയാള് ബ്രാഹ്മണ കുലത്തിലാണെങ്കിൽ അവർക്ക് ഉപനയന കർമ്മം ചെയ്യും. അയാള് ഉപനയന കർമ്മം ചെയ്തിരുന്നത് ബ്രാഹ്മണർക്ക് മാത്രമല്ല, ക്ഷത്രിയർക്കും ചെയ്തിരുന്നു, വൈശ്യർക്കും ചെയ്തിരുന്നു, ശൂദ്രന്മാർക്ക് മാത്രം ചെയ്തിരുന്നില്ല. അപ്പോ വൈശ്യരും ക്ഷത്രിയരും ബ്രാഹ്മണരും ഉപനയന കർമ്മം ചെയ്തിരുന്നു. അത് അവരുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അപ്പോ അവരും അപ്പൊ എന്നാ അവർക്കും പറഞ്ഞൂടെ ഞാൻ പൂണൂലിട്ടുണ്ട് അപ്പൊ ഞാനും ബ്രാഹ്മണനാണ്? ഇല്ല, അവരും ഒരിക്കലും ബ്രാഹ്മണനാവുന്നില്ല. അവര് ദ്വിജൻ മാത്രമേ ആവുന്നുള്ളൂ. ദ്വിജ എന്ന വാക്കിന് അർത്ഥം ദ്വി എന്ന് വെച്ചാൽ രണ്ട്, ജ എന്ന് വെച്ചാൽ ജന്മം. ഒരു ജന്മത്തിൽ തന്നെ രണ്ട് ജന്മമുള്ളവൻ, അതാണ് ദ്വിജ എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ അതായത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഒരാള് ജനിക്കുമ്പോ അവർക്കൊരു അച്ഛനും അമ്മയും ഉണ്ടാവും അല്ലെ? ഈ ഉപനയനത്തിന് ശേഷം ആ ഉപനയനം ചെയ്ത വ്യക്തിക്ക് അമ്മ വേദങ്ങളും അച്ഛൻ ഗുരുവുമാണ്. ഓക്കെ, അപ്പൊ ഒരു ജന്മത്തിൽ തന്നെ രണ്ട് അച്ഛനമ്മമാരെയും കിട്ടിയ ആൾക്ക് അല്ലെ? അപ്പൊ അതായത് ഒരു ജന്മത്തിൽ തന്നെ രണ്ട് ജന്മം ഉള്ളവൻ, അതാണ് ദ്വിജൻ എന്ന വാക്കിന് അർത്ഥം. അതുകൊണ്ട് ഉപനയനം സംസ്കാരം, അതായത് നമ്മുടെ ഒരു ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിത കാലയളവിൽ നമുക്ക് ചെയ്യാനായിട്ട് 16 സംസ്കാരങ്ങളുണ്ട്. ഷോഡശ സംസ്കാരം എന്ന് പറയും. അതായത് എന്താ പറയാ, അതായത് ഒരു കുട്ടി ജനിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട കർമ്മമാണ്. ആദ്യത്തെ കർമ്മം ശാസ്ത്രങ്ങൾ പറയുന്നത് വിവാഹ കർമ്മമാണ്, വിവാഹ സംസ്കാര. അത് കഴിഞ്ഞാൽ ഗർഭധാന സംസ്കാര, പിന്നെ അത് കഴിഞ്ഞാൽ നാമകരണം, പിന്നെ കർണവേദം, പിന്നെ മുണ്ടനം, അങ്ങനെ പറഞ്ഞു 16. ലാസ്റ്റ് അന്ത്യേഷ്ടി, അന്ത്യകർമ്മം, അതാണ് 16. അങ്ങനെ ഈ 16 സംസ്കാരങ്ങളും ഒരാളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നതാണ്. ഇപ്പൊ
അതിലൊരു സംസ്കാരമാണ് ഉപനയനം എന്നുള്ളത്. അതായത് പൂനൂല് ധരിക്കുക എന്നുള്ളത്. അപ്പൊ ഈ പൂനൂല് ധരിച്ചു എന്ന് വിചാരിച്ചാൽ അയാൾ ഒരിക്കലും ബ്രാഹ്മണനാവുന്നില്ല ബേസിക്കലി. അങ്ങനെയാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അപ്പൊ അയാൾ എങ്ങനെയാണ് ബ്രാഹ്മണനാവുന്നത്? ഇനിയിപ്പോ അയാള് വേദങ്ങൾ പഠിച്ചാലും അയാൾ ബ്രാഹ്മണനാവുന്നില്ല. വേദപഠനി തദ് വിപ്ര എന്ന് പറയുന്നത്. വിപ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനമുള്ളവൻ, ജ്ഞാനി എന്നാണ് അർത്ഥം. വിപ്രൻ എന്ന വാക്കിനർത്ഥം. വേദങ്ങൾ പഠിച്ചു, അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ചതുർവേദി, ദ്വിവേദി, ത്രിവേദി, വേദി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ നോർത്ത് ഇന്ത്യയിലൊക്കെ. അപ്പൊ അവര് ഈ വേദങ്ങൾ പഠിച്ചു എന്ന് വെച്ചാലും അവരെയൊക്കെ പണ്ഡിറ്റ്ജി എന്ന് വിളിക്കുക അവരെല്ലാവരും. ഡ്യൂ ടു ഔട്ട് ഓഫ് റെസ്പെക്ട് ആണ് അവർ വിളിക്കുന്നത്. ഇറ്റ്സ് ഗുഡ്. പക്ഷെ അവരായിരിക്കും ശരിക്കും അവര് ബ്രാഹ്മണരായിട്ടില്ല. ശാസ്ത്രങ്ങൾ പ്രകാരം ബ്രഹ്മജാനാതി ഇതി ബ്രഹ്മത്തെ, അതായത് പരമസത്യത്തെ അറിഞ്ഞാൽ മാത്രമേ അയാള് ബ്രാഹ്മണനാവുന്നുള്ളൂ. ഇപ്പൊ ബ്രഹ്മജാനാതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രഹ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭഗവാനെയാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അല്ലെ, വദന്തി തത്വവിത് തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി സത്യത്തെ. അതായത് ഈ ബ്രഹ്മ, പരമാത്മ, ഭഗവാൻ എന്നുള്ളതെല്ലാം പരമസത്യത്തിന്റെ 3 ആസ്പെക്റ്റുകളാണ്, അല്ലെങ്കിൽ 3 ഫീച്ചേഴ്സ് ആണ് ഇതെല്ലാം. ഇതെല്ലാം ഉദ്ദേശിക്കുന്നത് പരമസത്യത്തെ തന്നെയാണ്. അത് ആരാണ് പറയുന്നത്? തത്വവിദു, അതായത് തത്വം മനസ്സിലാക്കിയ വലിയ പണ്ഡിതരാണ് ഇത് പറയുന്നത്. ഓക്കെ. സോ ഭഗവാനെ മനസ്സിലാക്കിയാൽ മാത്രമേ അയാള് ബ്രാഹ്മണനാവുന്നുള്ളൂ. ഇപ്പോ ഇപ്പൊ നമ്മള് വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ബ്രാഹ്മണരായിട്ടും എന്താ പറയാ അവർക്കെല്ലാം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. കാരണം ഇതിന് ചെറിയൊരു പ്രല്യൂഡും കൂടി ഉണ്ട്. ഇപ്പോ ഇതിനെ നമ്മുടെ ദക്ഷയാഗവുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ദക്ഷയാഗത്തില് നന്ദിയും കൂട്ടരും വന്നിട്ട്, അതായത് ശൈവര് വന്നിട്ട് അവിടെ ഉള്ള എല്ലാ ബ്രാഹ്മണരെയും അവര് ശപിക്കുന്നുണ്ട്. നിങ്ങള് ബ്രാഹ്മണരാണ്. അതായത് സതീദേവിയുടെ ദേഹാന്ത്യത്തിന് ശേഷം എന്താ പറയാ, മഹാദേവനെ അവിടുന്ന് ദക്ഷൻ ആക്ഷേപിക്കും. പിന്നെ എന്താ പറയാ, സതീമാത അവിടെ വന്നിട്ട് അതിലെ വിഷമത്തില് അവര് അവിടെ ദേഹത്യാഗം ചെയ്യും. ഇതെല്ലാം കാണുമ്പോൾ അവിടെ ഭൂതഗണങ്ങളെല്ലാം വന്നിട്ട് അവർക്ക് വിഷമമായിട്ട് മഹാദേവൻ ഒന്നും മിണ്ടാതെ അവിടെ നിന്നിട്ട് പോകും. പക്ഷെ ഭൂതഗണങ്ങൾ വന്നാൽ അവിടെ എല്ലാം യജ്ഞശാലയെല്ലാം നശിപ്പിക്കും. അങ്ങനെ എന്ത് ചെയ്യും? ബ്രാഹ്മണരെയും ശപിക്കും എന്ന് പറയും. നിങ്ങൾ ബ്രാഹ്മണരായിട്ടും നിങ്ങൾ സത്യം അറിഞ്ഞിട്ടും നിങ്ങൾ എല്ലാം അറിയുന്ന നിങ്ങളെല്ലാം ജ്ഞാനികളാണ്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, എന്നിട്ടും നിങ്ങൾ ഇവിടെ ഒരു അധർമ്മം നടന്നിട്ട് നിങ്ങൾ ആരും റിയാക്ട് ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ ജ്ഞാനം നേടിയാലും നിങ്ങൾക്ക് പരമസത്യം, അതായത് നിങ്ങളുടെ പരമ ലക്ഷ്യം എന്താണെന്ന് നിങ്ങൾ അറിയാതെ പോകുന്നതുമായിട്ട് ശപിക്കുന്നുണ്ട്. ആ ഒരു ശാപം അവരുടെ ബ്രാഹ്മണ കുലത്തിന്റെ മേലെ ഉള്ളത് കൊണ്ട് തിരിച്ചും ബ്രാഹ്മണരും ശപിക്കുന്നുണ്ട്. നിങ്ങള് ശിവന്റെ എന്താ പറയാ അനുയായികളാണെന്ന് അഹങ്കാരം കൊണ്ടാണല്ലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ സ്വയം ശിവനാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നു തൊട്ട് അവരും ശപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ നമുക്കിപ്പോ കാണാം, ഇപ്പൊ പല മഹാദേവന്റെ അമ്പലങ്ങളിലൊക്കെ പോയാൽ അവര് ശിവോഹം ശിവോഹം എന്ന് പറഞ്ഞു നടക്കുന്നത്, ശിവ അഹം, ഞാൻ ശിവനാകുന്നു എന്ന് പറഞ്ഞു നടക്കുന്നത്. ഇറ്റ്സ് ബേസിക്കലി പാർട്ട് ഓഫ് ദാറ്റ്. ആ ഒരു ഇൻസിഡന്റിന്റെ അല്ലെങ്കിൽ ആ ഒരു ലീലയുടെ ഭാഗമായിട്ടാണ് പിന്നീട് ഇങ്ങടെയുള്ള ഇതെല്ലാം വരുന്നത്. അപ്പൊ ഈ ബ്രാഹ്മണർക്ക് ഓൾറെഡി ആ ഒരു ശാപം നിൽക്കുന്നത് കൊണ്ട് തന്നെ പലർക്കും എന്താ പറയാ, ഭഗവാൻ സ്വയം മഹാപ്രഭു രാധാറാണിയുടെ ഭാവത്തിൽ വന്നിട്ട് ഇത്രയും കാരുണ്യാവതാരമായി വന്നിട്ടും അവർക്ക് ആർക്കും ഭഗവാന്റെ അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ ആ മേഴ്സി കിട്ടാതെ പോവാണ്. അപ്പോ അങ്ങനെ കിട്ടിയവരുണ്ട്, അവർക്ക് ഭക്തന്മാരുടെ കൃപയുണ്ട്. പിന്നെ എന്നാ കിട്ടാത്തത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഇപ്പൊ എന്താ പറയാ, മഹാപ്രഭു എല്ലാവർക്കും ഭഗവാന്റെ കൃഷ്ണപ്രേമം കൊടുക്കാനായിട്ട് വന്നതാണ്. പക്ഷെ എന്നാൽ ചില ബ്രാഹ്മണർക്ക് കിട്ടി, ചില ബ്രാഹ്മണർക്ക് കിട്ടില്ല. അത് എന്തുകൊണ്ടാണ് അവർക്ക് കിട്ടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് മഹാപ്രഭുവിനെയും മഹാപ്രഭുവിന്റെ ഭക്തന്മാരെയും നിന്ദിക്കുന്നത് കൊണ്ടാണ്. അവര് വൈഷ്ണവാപരാധം ചെയ്തുകൊണ്ട് മാത്രമാണ് അവർക്ക് ആ കൃഷ്ണപ്രേമം ലഭിക്കാതെ പോകുന്നത്. അപ്പോ ഇവിടെ മഹാപ്രഭു ഈ ഒരു ഇൻസിഡന്റിന് ശേഷം മഹാപ്രഭു സ്വയം ചിന്തിക്കുകയാണ്, ഞാൻ ഇത്രയും കാരുണ്യം എല്ലാവർക്കും കൊടുക്കാൻ വന്നിട്ടും ആരും അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. അവരൊരു പ്രാവശ്യം എന്നെ ഒന്ന് നമസ്കരിച്ചാൽ മതി, അവർക്ക് ഞാൻ ഇതിന്ന് എല്ലാത്തിനും മോക്ഷം കൊടുത്ത് അവർക്ക് ഞാൻ ഉദ്ധരിക്കാൻ ഞാൻ തയ്യാറാ, അവർക്ക് ഞാൻ കൃഷ്ണപ്രേമം കൊടുക്കാൻ തയ്യാറാ. പക്ഷെ എന്നാൽ പോലും അവര് അത് ചെയ്യുന്നില്ല. അപ്പോ
മഹാപ്രഭു ആലോചിക്കുകയാണ്, ഞാൻ എങ്ങനെ ഇവരെ ഇനി നേർവഴിക്ക് കൊണ്ടുവരും, ഞാൻ എങ്ങനെ ഇവർക്ക് കൃപ നൽകുമെന്ന്. അങ്ങനെ ആലോചിച്ച് അദ്ദേഹം ആ, കണ്ടെത്തുന്ന ഒരു ഐഡിയ ആണ്, ഉപായമാണ് എന്ത്, ഞാൻ ഇനി സന്യാസം എടുക്കണം. ഒരു സന്യാസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ, സന്യാസി ആയി കഴിഞ്ഞാൽ അവരെല്ലാവരും നമസ്കരിക്കും. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ അവരെന്നെ നമസ്കരിച്ചു കഴിഞ്ഞാൽ, എന്നെ കണ്ട് നമസ്കരിച്ചു കഴിഞ്ഞാൽ, ഞാൻ അപ്പ തന്നെ അവരെ ഞാൻ ഡെലിവറി ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ അവരെ ഉദ്ധരിക്കാൻ ഞാൻ തയ്യാറാ. അപ്പൊ അങ്ങനെ മഹാപ്രഭു ഡിസൈഡ് ചെയ്യണം, ഓക്കെ, ഈ ഒരു അവസ്ഥയിൽ ഇനി എനിക്ക് വേറെ ഹോപ്പൊന്നുമില്ല. അതായത് എനിക്ക് ഇനി വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവരെ ഉദ്ധരിക്കണമെങ്കിൽ എനിക്കിനി സന്യാസം സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് മഹാപ്രഭു ആലോചിച്ചെത്താണ്. അപ്പോ ഇതില് ആ, ചൈതന്യ ഭാഗവതത്തിലെ കുറെ കാര്യങ്ങളാണ് ഇപ്പോ ഭാവാർത്ഥത്തിൽ നമ്മൾ വായിച്ചത്. ചൈതന്യ ഭാഗവതത്തില് വേറെ ഒരു ഇതിന്റെ ഒരു പ്രില്യൂഡായിട്ട് മഹാപ്രഭു ഇതിന് ശേഷം, അല്ല പ്രില്യൂഡ് അല്ല, ഈ ഇങ്ങനെ മഹാപ്രഭു ചിന്തിച്ചതിന് ശേഷം മഹാപ്രഭു സച്ചിമാതയോട് സംസാരിക്കുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട്. അപ്പോ സച്ചിമാത, അപ്പൊ നമ്മൾ വിചാരിക്കും എന്താ പറയാ, അമ്മമാരാണ്, അപ്പൊ അമ്മമാര് സ്വതവേ മക്കൾ എന്തെങ്കിലും അമ്മമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ, അയ്യോ വേണ്ട മോനെ ഒരിക്കലും ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് കരയുന്നു അല്ലേ. പക്ഷെ ഇവിടെ സച്ചിമാതയുടെ ഒരു മഹത്വം കൂടിയും അതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാനുണ്ട്. സച്ചിമാത ആദ്യം മഹാപ്രഭു പറഞ്ഞ സമയത്ത് സച്ചിമാത മഹാപ്രഭുവിനോട് എങ്ങനെയാ റിയാക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സച്ചിമാത മഹാപ്രഭുവിനോട് ശാസ്ത്രങ്ങളിൽ നിന്ന് കോട്ട് ചെയ്തിട്ട് മഹാപ്രഭുവിനോട് പറയാണ്, ഒരിക്കലും ഒരു പുത്രൻ ചെയ്യേണ്ട കാര്യമല്ല നീ ഇപ്പൊ ചെയ്യുന്നത്. അതായത് വർണ്ണാശ്രമ ധർമ്മം ഉണ്ട് നമുക്ക്, ആ ധർമ്മം അനുസരിച്ച് നീ ഇപ്പോ എന്താ പറയാ, നീ ഗൃഹസ്ഥം സ്വീകരിച്ചിട്ടേ ഉള്ളൂ. നിന്റെ നിന്റെ പ്രധാന ഡ്യൂട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്റെ ഭാര്യയും മക്കളെയും നോക്കുക. അതിനുശേഷം നിന്റെ വയസ്സായ അമ്മയെ നോക്കുക. അതായത് അച്ഛൻ മരിച്ചു കഴിഞ്ഞാൽ ആ അമ്മയുടെ റെസ്പോൺസിബിലിറ്റി മകനാണ് ഓട്ടോമാറ്റിക്കലി വരിക. മകനാണ് അത് അമ്മയ്ക്ക് വേണ്ടതെല്ലാം നൽകി അമ്മേനെ ശുശ്രൂഷിച്ചു പോരേണ്ടത്. അപ്പൊ ഇതാണ് ശരിയായ ധർമ്മം. നീ ഈ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് നീ അധർമ്മം പ്രവർത്തിക്കരുത്, നീ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് സച്ചിമാത മഹാപ്രഭുവിനോട് ജസ്റ്റ് ലൈക്ക് എന്താ പറയാ, നല്ലൊരു നല്ല അറിവുള്ള ഒരു വ്യക്തിയുടെ രൂപത്തിലായിരുന്നു സച്ചിമാത മഹാപ്രഭുവിനോട് സംസാരിച്ചത്. അപ്പൊ മഹാപ്രഭുവും തിരിച്ച് സച്ചിമാതയോട് പറയും, എന്താ പറയാ, അല്ല അമ്മേ, അതിന് സന്യാസം എടുക്കാനായിട്ട് നമുക്ക് ധാർമ്മികത, അതായത് ധർമ്മത്തിന്റെ പാത നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. അയാൾ ഒരു വ്യക്തി സന്യാസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി അവരുടെ കുടുംബത്തിനും അവരുടെ സൊസൈറ്റിക്കും രാജ്യത്തിനും എല്ലാം അത് ശുഭകരമായിട്ട് സംഭവിക്കുന്നു. അതാണ് സന്യാസ ആശ്രമത്തിന്റെ പ്രത്യേകത എന്നെല്ലാം പറഞ്ഞ് സച്ചിമാതയും മഹാപ്രഭുവായിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ കോൺവെർസേഷൻ ഉണ്ട്. ലൈക്ക് അപ്പോ വൃന്ദാദാസ് ഠാക്കൂർ പറയണത്, അതായത് സച്ചിമാത നമുക്ക് നമ്മളെ ഇവിടെ അതിശയിപ്പിക്കുകയാണ്. കാരണം സ്വതവേ ഒരു അമ്മയുടെ ഒരു എന്താ പറയാ, ആ ഒരു ഇമോഷണൽ അപ്രോച്ച് അല്ല സച്ചിമാത ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ സച്ചിമാത മഹാപ്രഭുവിനോട് ഭയങ്കര എന്താ പറയാ, ഫാക്ട്സ് ആൻഡ് ഇതെല്ലാം റിയാലിറ്റീസ് എല്ലാം നിരത്തി വെച്ച് മഹാപ്രഭുവിനോട് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാണ് എല്ലാ കാര്യങ്ങളും. അപ്പോ അതായത് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചിമാത നല്ല ഇന്റലിജന്റ് ആയിരുന്നു. സച്ചിമാതയുടെ അച്ഛൻ നീലാംബര ചക്രവർത്തി സച്ചിമാതയ്ക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുത്തിരുന്നു. അതായത് സച്ചിമാതയ്ക്ക് വേദങ്ങളെയും വേദജ്ഞാനങ്ങളും എല്ലാം നന്നായിട്ട് ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുന്നു, നീലാംബര ചക്രവർത്തി അതായത് നീലാംബര ചക്രവർത്തിയും അതായത് സച്ചിമാതയുടെ അച്ഛനും ഭയങ്കര വലിയ എന്താ പറയാ, ഭയങ്കര പണ്ഡിതനായിരുന്നു അദ്ദേഹം. ഇപ്പൊ നമ്മുടെ സാർവഭൗമ ഭട്ടാചാര്യ നമുക്കറിയാം, അതായത് അന്നത്തെ കാലത്ത് മഹാപ്രഭുവിന്റെ ആ സമയത്ത് സാർവഭൗമ ഭട്ടാചാര്യായിരുന്നു, അതായത് മായാവാദ സിദ്ധാന്തത്തിന്റെ എന്താ പറയാ ഒരു പ്രൊപ്പഗേറ്റർ ആയിരുന്നു. അതായത് എന്താ പറയാ, ചീഫ് പ്രൊപ്പഗേറ്റർ ആയിരുന്നു ഒരു സാർവഭൗമ ഭട്ടാചാര്യ. അതായത് അദ്ദേഹം മായാവാദി അന്ന് ഉണ്ടായിരുന്ന പണ്ഡിതന്മാരിൽ ഏറ്റവും ഉയർന്ന പണ്ഡിതന്മാരിൽ ഒരാളായിരുന്നു സാർവഭൗമ ഭട്ടാചാര്യ.
അതുപോലെ തന്നെ എന്താ പറയാ പ്രകാശാനന്ദ സരസ്വതി, ഇവരെല്ലാവരും ഭയങ്കര മായാവാദ സിദ്ധാന്തത്തിന്റെ എന്താ പറയാ നേതാക്കന്മാരായിരുന്നു അന്ന് ആ കാലത്ത്. ഇപ്പൊ പിന്നീട് മഹാപ്രഭു എന്താ പറയാ അത് നമുക്ക് വരുന്ന മധ്യലീലയിലും അന്ത്യലീലയിലും നമുക്ക് കാണാം. മഹാപ്രഭു സർവമട്ടാചാര്യായിട്ടുള്ള കോൺവെർസേഷൻ. ഇപ്പൊ ഈ സർവമട്ടാചാര്യയുടെ അച്ഛൻ ആ, മഹേശ വിശാരദ പണ്ഡിറ്റ്, ഉം. അദ്ദേഹം അതായത് അദ്ദേഹവും ഭയങ്കര സ്കോളറായിരുന്നു. അദ്ദേഹത്തിന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു നീലാംബര ചക്രവർത്തി. അതായത് നീലാംബര ചക്രവർത്തിയും സർവമട്ടാചാര്യയുടെ അച്ഛനും ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. ആഹ് അപ്പോ അതുപോലെ തന്നെ ജഗന്നാഥ മിശ്രയോടും ഭയങ്കര, അതായത് മഹാപ്രഭുവിന്റെ അച്ഛൻ ജഗന്നാഥ മിശ്രയോടും സർവമട്ടാചാര്യക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. അദ്ദേഹം അദ്ദേഹത്തിന് അതായത് സർവമട്ടാചാര്യയുടെ അച്ഛന്റെ കീഴിൽ അദ്ദേഹം ശിക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആ സമയത്ത് ഇവരെല്ലാവരും ബ്രാഹ്മണ ഫാമിലി ആയതുകൊണ്ട് അവർക്ക് ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു. അപ്പോ ജഗന്നാഥ മിശ്രയും സച്ചി മാത്തയും ഒക്കെ അവർക്ക് ഭയങ്കര നോളജ് ഉണ്ടായിരുന്നു ശാസ്ത്രങ്ങളിലായാലും. അപ്പൊ അങ്ങനെ സച്ചി മാത മഹാപ്രഭുവിനോട് ഈ അങ്ങനെ സന്യാസം സ്വീകരിക്കരുത് എന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എന്താ പറയാ സച്ചി മാത പറയും. മഹാപ്രഭു ആ സമയത്ത് ആ അമ്മയുടെ ഹൃദയം, അതായത് അമ്മയുടെ ആ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് മഹാപ്രഭു പറയും, ആ, മഹാപ്രഭു ഇവിടെ അതായത് സ്വതവേ അമ്മമാരാണ് ഇമോഷണലി ഭയങ്കര വിഷമത്തോട് പറയല്. പക്ഷെ മഹാപ്രഭു അമ്മയോട് പറഞ്ഞു, ഇല്ല അമ്മേ, എനിക്ക് അത് ചെയ്തേ കഴിയുള്ളൂ. കാരണം ഞാൻ വന്നത് തന്നെ എന്താ പറയാ എല്ലാവരെയും ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ സന്യാസം സ്വീകരിച്ചില്ലെങ്കിൽ എന്താ പറയാ ശരിയാവില്ല. കാരണം ഇവരെ ആരും ഉദ്ധരിക്കാനുണ്ടാവില്ല. അതുകൊണ്ട് എനിക്കിത് എന്റെ പരമധർമ്മമായിട്ട്, അതായത് എല്ലാ ധർമ്മങ്ങളിലും ഉപരിയായിട്ടുള്ള ധർമ്മമായിട്ട് ഞാൻ അതിനെ കാണുന്നു. അതുകൊണ്ട് എനിക്ക് സന്യാസം സ്വീകരിച്ചേ മതിയാവുള്ളൂ എന്ന് സച്ചിമാതയോട് പറയും. സച്ചിമാത ഭയങ്കര, അപ്പോഴാണ് സച്ചിമാതയ്ക്ക് ഇതിനെ ഭയങ്കര വിഷമമാവുക. സച്ചിമാത അറിഞ്ഞുകൊണ്ട് പറയും, അങ്ങനെ നീ അമ്മയെ വിട്ടു പോകരുത്, നീ ഒരിക്കലും നീ അങ്ങനെ ചെയ്യരുത്. പിന്നെ കല്യാണം കഴിച്ചുവന്ന വിഷ്ണുപ്രിയ നവവധുവാണ്. ഒരു എന്താ പറയാ പിഞ്ചു പെൺകുട്ടിയാണ്. ആ പെൺകുട്ടിയെ വിട്ട് നിനക്ക് പോവാൻ കഴിയും എന്നെല്ലാം സച്ചിമാത പിന്നീട് മഹാപ്രഭുവിനോട് ചോദിക്കുന്നുണ്ട്. പക്ഷെ എന്താ പറയാ ഇതെല്ലാം അറിഞ്ഞിട്ടും എന്താ പറയാ വിഷ്ണുപ്രിയ മാതയോടും എന്താ പറയാ മഹാപ്രഭു അനുവാദം വാങ്ങിച്ചിട്ട് മഹാപ്രഭു സന്യാസം എടുക്കാൻ പോവാണ്. കാരണം അതായത് അവരുടെ മഹാപ്രഭുവിന്റെ വിഷ്ണുപ്രിയയുടെയും കല്യാണം കഴിഞ്ഞിട്ട് വളരെ കുറച്ച് നാളുകളെ ഉണ്ടായുള്ളൂ. പക്ഷെ എന്നിട്ടും മഹാപ്രഭു എന്താ പറയാ തന്റെ പത്നിയെ എന്താ പറയാ വീട്ടിലാക്കിയിട്ട് അദ്ദേഹം സന്യാസം എടുക്കാൻ പോവാണ്. അപ്പൊ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ മഹാപ്രഭു എന്താ പറയാ നമുക്ക് കാണിച്ചു തരാണ്. ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാപ്രഭു എത്രത്തോളം കരുണയാണ് നമ്മളോട് കാണിക്കുന്നത് നമുക്ക് കാണിച്ചു തരുന്നത്. അതായത് മഹാഭഗവാനാണ് സ്വയം എന്താ പറയാ അവിടെ അമ്മയെയും എന്താ പറയാ വിഷ്ണുപ്രിയ എല്ലാവരും ഭഗവാന്റെ തന്നെ ഭക്തന്മാരാ. അവരുടെ കൂടെ ഭഗവാൻ നിൽക്കായിരുന്നു. പക്ഷെ എന്നാൽ അതെല്ലാം ത്യജിച്ച് ബാക്കിയുള്ള നമ്മളെ പോലെയുള്ള എന്താ പറയാ ഈ കലിയുഗത്തിലുള്ള അതായത് മന്ദാസുമന്ദപതേ മന്ദഭാഗ്യ ഹ്യൂമദ്രുത എന്ന് പറയുന്നത്, അങ്ങനെയുള്ള നമ്മുടെ പതിതരായിട്ടുള്ള ആൾക്കാരെ എല്ലാം ഉദ്ധരിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അമ്മയെയും ഭാര്യയും എല്ലാം ഉപേക്ഷിച്ച് ഭഗവാൻ വരികയാണ് സന്യാസിയായിട്ട് നമ്മളെല്ലാവരും ഉദ്ധരിക്കാനായിട്ട്. ഇനി രണ്ടാമത് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു വൈഷ്ണവൻ, അതായത് വൈഷ്ണവനായിട്ട് കൃഷ്ണ ഭക്തി പ്രചരിപ്പിക്കുകയാണെങ്കിൽ അതിനും വലിയൊരു ധർമ്മം വേറെ ഒന്നുമില്ല. ശ്രീല പ്രഭുപാദ ഭഗവത്ഗീതയുടെ പ്രൊഡക്ഷനിൽ പറയുന്നുണ്ട്. അതായത് ഒരു ഒരു വ്യക്തി അയാള് ഒരു കൃഷ്ണഭക്തനാവുകയാണെങ്കിൽ അല്ലെങ്കിൽ കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുകയാണെങ്കിൽ അയാള് വേറെ ഒരു ധർമ്മവും അയാള് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അയാള് എല്ലാ ധർമ്മങ്ങളും അയാള് ഫോളോ ചെയ്യുന്നുണ്ട്. അയാള് തന്റെ ഫാമിലിയിലും തന്റെ പാരൻസിനോടും ഫാമിലി മെമ്പേഴ്സിനോടും സൊസൈറ്റിക്കും രാജ്യത്തിനും വേണ്ടി ചെയ്യുന്ന എല്ലാ ഡ്യൂട്ടീസും അയാള് ഓട്ടോമാറ്റിക്കലി അവര് ഫുൾഫിൽ ചെയ്യാണ്. എങ്ങനെ എന്ത് ചെയ്യുമ്പോൾ ഭഗവാന്റെ ഭക്തി അവര് പ്രചരിപ്പിക്കും. അല്ലെങ്കിൽ സ്വയം ഒരു ഭക്തനായിട്ട് ഭഗവാന്റെ ഭക്തി പ്രചരിപ്പിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ അവര് എല്ലാ ധർമ്മങ്ങളും അവര് ഓട്ടോമാറ്റിക്കലി പാലിക്കുന്നുണ്ടെന്ന്.
ഇപ്പോ ഇവിടെ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മഹാപ്രഭുവിന്റെ ഈ ഒരു ലീലയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം മഹാപ്രഭു എത്രത്തോളം കാരുണ്യം ആണ് നമ്മളോട് കാണിച്ചതെന്ന് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കണം. പിന്നെ എന്താ പറയാ, ഒരു ഭക്തനായി കഴിഞ്ഞാൽ, അതായത് ഒരു ഭക്തൻ, അതായത് കൃഷ്ണഭക്തി പ്രചരിപ്പിക്കുന്നത് വഴി അയാള് എല്ലാ ധർമ്മങ്ങളും അയാള് പാലിക്കുന്നു എന്നുള്ള, അയാൾ ഓട്ടോമാറ്റിക്കലി അത് ഫുൾഫിൽ ചെയ്യുന്നു എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ. പിന്നെ പിന്നെ നമുക്ക് ഇതിൽ കുറച്ച് ചർച്ച ചെയ്യാനുള്ളത് ഈ ജതി ഗോസായിസിനെ പറ്റിയിട്ടാണ്. അവര് എന്താ പറയാ, അവരുടെ ആ, കുലത്തില് അവര് ബ്രാഹ്മണ കുലത്തില് അവർക്ക് എന്താ പറയാ, അവര് ആ കുലത്തിൽ ജനിച്ചുകൊണ്ട് അവർക്ക് അതിന്റെ ചെറുതായുള്ള ചെറിയ അഹങ്കാരം ഉണ്ടായിരുന്നു. പിന്നെ അവര് എന്താ പറയാ, വൈഷ്ണവരെ അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തന്മാരെയോ അല്ലെങ്കിൽ ഭഗവാനെയോ അവരെ അക്സെപ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം മുമ്പ് പറഞ്ഞ എന്താ പറയാ, ദക്ഷയാഗത്തിൽ അവർക്ക് ലഭിച്ച ആ ഒരു ശാപത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് അവർക്ക് അത് ലഭിക്കാതെ പോകുന്നത്. പക്ഷെ എന്നിരുന്നാലും അവർക്കെല്ലാം മഹാപ്രഭു കൃഷ്ണപ്രേമം കൊടുക്കാൻ റെഡി ആയിരുന്നു. പക്ഷെ എന്താ, അവരെന്താ ചെയ്ത, അവര് വൈഷ്ണവാപരാധം ചെയ്തിരുന്നു. അത് മഹാപ്രഭുവിനെയും നിന്ദിച്ചിരുന്നു, അവര് തന്റെ ഭക്തന്മാരെയും അവര് നിന്ദിച്ചിരുന്നു. അതുകൊണ്ട് അവർക്ക് അത് കിട്ടാതെ പോയി. അത് അവരുടെ ദൗർഭാഗ്യം എന്ന് പറയാൻ. അപ്പൊ അങ്ങനെ ഇതെല്ലാം എന്താ പറയാ, മഹാപ്രഭു ഇങ്ങനെ ആലോചിച്ചൊരു കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്താണ് ഇവിടെ. അതായത് ഞാൻ ഇനി ഇതിന് വേറൊരു പ്രതിവിധി ഇല്ല, ഞാൻ സന്യാസം എടുത്താൽ മാത്രമേ ഇതിനൊരു പ്രതിവിധി ഉണ്ടാവുള്ളൂ ഇത് ഉള്ള ഒരു കൺക്ലൂഷനിലേക്ക് മഹാപ്രഭു ആലോചിച്ച് എത്താണ്. ഓക്കെ. ഹരേ കൃഷ്ണ. അടുത്തത് ഇനി കേശവ ഭാരതിയായിട്ടുള്ള, അതായത് മഹാപ്രഭുവിന്റെ സന്യാസ ഗുരുവായിട്ടുള്ള മീറ്റിംഗ് ആണ്. ഐ തിങ്ക് അടുത്ത സെഷനിൽ ആവാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഒരു ഡൗട്ട്, സച്ചിമാതാജിക്ക് 2 പുത്രന്മാരായിരുന്നല്ലോ. അല്ല, ചിമാതയ്ക്ക് മൊത്തം 10 കുട്ടികളുണ്ടായിരുന്നു. 8 പേര് മരണപ്പെട്ടത് പുത്രിമാരായിരുന്നു പുത്രന്മാരായിരുന്നു? പുത്രിമാരായിരുന്നു. 8 പെൺകുട്ടികള് മരിക്കുന്നുണ്ട്. അതിനുശേഷം വിശ്വരൂപൻ ജനിക്കുന്നു, മഹാപ്രഭുവിന്റെ ചേട്ടൻ. അത് സംഘർഷണന്റെ അവതാരമാണ്. അതിനുശേഷം എന്താ പറയാ, വിശ്വരൂപൻ ആക്ച്വലി സന്യാസം എടുത്ത് ശങ്കരാരണ്യ എന്നുള്ള പേരിൽ സന്യാസിയായി മാറുകയും പിന്നീട് നിത്യാനന്ദ പ്രഭു ജനിക്കുന്ന സമയത്ത് നിത്യാനന്ദ പ്രഭുവില് ലയിച്ചു ചേരാണ് വിശ്വരൂപൻ. അതായത് നിത്യാനന്ദ പ്രഭു ഇസ് ബലറാം, നോട്ട് ഡിഫറെന്റ് ഫ്രം ബലറാം. സോ അതുകൊണ്ട് സംഘർഷണൻ ബലരാമന്റെ എക്സ്പാൻഷൻ ആയതുകൊണ്ട് തന്റെ എന്താ പറയാ സോഴ്സിലേക്ക് തന്നെ സംഘർഷണൻ വീണ്ടും ലയിച്ചു ചേരാണ് നിത്യാനന്ദ പ്രഭുവിലേക്ക്. അങ്ങനെ നിത്യാനന്ദ പ്രഭു പിന്നീട് നവദ്വീപിൽ വരുന്ന സമയത്ത് മഹാപ്രഭു നേരെ സച്ചിമാതയുടെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട്, പരിചയപ്പെടുത്തുന്നതാണ്. സച്ചിമാത, ഇതാ നിങ്ങളുടെ വിശ്വരൂപൻ വന്നിട്ടുണ്ട്, മൂത്തപുത്രൻ വന്നിട്ടുണ്ട്. മഹാപ്രഭു എന്താ പറയാ, ചേട്ടനായിട്ട് തന്നെയാണ് നിത്യാനന്ദ പ്രഭുവിനെ കാണുന്നത്. ഓക്കെ. എന്താ ഡൗട്ട് എന്തായിരുന്നു? പുത്രിമാരായിരുന്നോ പുത്രന്മാരായിരുന്നോ എന്നായിരുന്നു ഡൗട്ട്. പുത്രിമാര് തന്നെയായിരുന്നു. 8 പുത്രിമാരായിരുന്നു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. നന്ദജി. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. ഹരേ കൃഷ്ണ. ഓക്കെ, അത് ശരി, നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രഭു, ഈ സന്യാസം സ്വീകരിക്കുന്നതിന് മുമ്പ് മഹാപ്രഭു കൃഷ്ണപ്രേമം കൊടുക്കാൻ ആരംഭിച്ചിരുന്നോ പ്രഭു? യെസ്. മഹാപ്രഭു ചൈതന്യ ഭാഗവത്തിലെ ഒരു ലീലയുണ്ട്. മഹാപ്രഭു അതായത് മഹാപ്രഭു അതായത് ആചാര്യന്മാരും പറയണ എങ്ങനെയാ വെച്ചാൽ, മഹാപ്രഭു ജനിച്ചപ്പോ തൊട്ടേ കൃഷ്ണപ്രേമം കൊടുത്തിരുന്നു എല്ലാവർക്കും. അതായത് ആദ്യം മഹാപ്രഭു ജനിച്ച് കുട്ടിയായ സമയത്ത് സച്ചിമാതയുടെ വീട്ടിൽ കുറെ
അടുത്തുള്ള സ്ത്രീകളെല്ലാം വന്നിരുന്നു. അവരെല്ലാവരും മഹാപ്രഭുവിനെ കണ്ടിട്ട് ഒരു കണ്ട മാത്രയിൽ അവരെന്താ പാടിച്ച ഭഗവാന്റെ കീർത്തനങ്ങൾ അവർ പാടുക. ഹരിഹരായ നമ കൃഷ്ണ യാദവായ നമ യാദവായ മാധവായ കേശവായ നമ ഹരി 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 ബോൾ ഹരി ഹരി ഇങ്ങനെ കീർത്തനം ചെയ്തോണ്ടിരിക്കുന്നു. അവരെ പാട്ട് നിർത്തി കഴിഞ്ഞാൽ അപ്പ മഹാപ്രഭു കരയും. എന്ന് പറഞ്ഞ അവർക്ക് കരയും. അപ്പൊ അവര് അയ്യോ കരയുന്നത് എന്ത് പറ്റി? അപ്പൊ വീണ്ടും അവര് ഹരി 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 ബോൾ ഹരി 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 ബോൾ. അപ്പൊ മഹാപ്രഭു വീണ്ടും ചിരിക്കും. അപ്പൊ അങ്ങനെ ആ കുട്ടിയായിരുന്ന സമയത്ത് അവർക്കും കൃഷ്ണപ്രേമം കൊടുത്തു. അതായത് ആക്ച്വലി ഇവിടെ നമ്മള് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ രണ്ട് തരത്തിൽ നമുക്ക് മനസ്സിലാക്കാം. കുട്ടിയായിരുന്ന മഹാപ്രഭു കീർത്തനം കേട്ട് കഴിഞ്ഞാൽ കരയില്ല, കീർത്തനം നിർത്തിയാൽ അപ്പ കരയോ എന്നുള്ളത്. പക്ഷെ അവിടെ അതല്ല പ്രധാനം. മഹാപ്രഭുവിന് വേണമെങ്കിൽ കരയാതിരിക്കാം. മഹാപ്രഭു എന്താ അത്ര അപ്പൊ എന്താ പറയാ, കൃഷ്ണനെ പറ്റിയിട്ട് ഗർഗമുനി പറയുന്നുണ്ട്. അതായത് കൃഷ്ണൻ ജനിച്ച സമയത്ത് ഫുള്ളി മെച്ചുവേർഡ് ആയിട്ടാണ് കൃഷ്ണൻ ജനിച്ചതെന്നുള്ളത്. ഒരു ഫുള്ളി മെച്ചുവേർഡ് ഒരു അഡൾട്ടിന്റെ ആ ഒരു എന്താ പറയാ ബിഹേവിയർ ആയിരുന്നു കൃഷ്ണൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഭഗവാനെ സംബന്ധിച്ച് കുട്ടിയായാലും വലുതായാലും ഭഗവാൻ ഫുള്ളി മെച്ചുവേർഡ് ആണ്. ഇപ്പൊ പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ മഹാപ്രഭുവിനെ കണ്ട മാത്രമേ തന്നെ അവിടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഭഗവാൻ മഹാപ്രഭു കൃഷ്ണപ്രേമം കൊടുത്തു. അവർക്കും ഭഗവാന്റെ നാമം ജപിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇവിടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഉള്ളത്. അപ്പൊ മഹാപ്രഭു എന്താ പറയാ അത് അപ്പൊ എല്ലാം മഹാപ്രഭു കൊടുത്തിരുന്നത് ആരെയും അറിയിക്കാതെ, അല്ലെങ്കിൽ എന്താ പറയാ വളരെ കുറച്ച് കൺസീൽഡ് ആയിട്ടായിരുന്നു ചെയ്തിരുന്നത്. അതെല്ലാം ദീക്ഷ എടുത്തതിന് ശേഷം, ഈശ്വരപുരിയിൽ നിന്ന് ദീക്ഷ എടുത്തതിന് ശേഷം നിത്യാനന്ദ പ്രഭുവിനെ കണ്ടുമുട്ടുന്നുണ്ട്. അതിന് ശേഷം അവര് എന്താ പറയാ മഹാപ്രഭു അപ്പൊ തൊട്ടേക്ക് തന്നെ കൃഷ്ണപ്രേമം കൊടുക്കാൻ തുടങ്ങി. അത് പിന്നെ കുറച്ചുകൂടി എവിഡന്റ് ആയി തുടങ്ങി. പിന്നീട് ഒരിക്കൽ ഗംഗയുടെ തീരത്തൂടെ നടക്കുന്ന സമയത്ത് എന്താ പറയാ അന്ന് ഈ നമ്മുടെ കള്ള് ഷാപ്പില്ലേ, നമ്മുടെ എന്താ പറയാ തെങ്ങിൽ നിന്ന് പനയിൽ നിന്ന് ചെത്തിയെടുക്കുന്ന കള്ള്. അപ്പൊ അന്ന് അവിടെ അതായിരുന്നു അവരുടെ എന്താ പറയാ മദ്യം. അപ്പൊ ഗംഗയുടെ തീരത്തൂടെ മഹാപ്രഭു നിത്യാനന്ദപ്രഭു നടന്നു പോകുമ്പോ ഇതുപോലെ ചെറിയൊരു ഓല മേഞ്ഞതില് ഇവരിങ്ങനെ ഈ കള്ള് കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള് പറഞ്ഞു, ആ പോകുന്ന ആളില്ലേ, ആ മഞ്ഞ വസ്ത്രമിട്ട് പോണ ആള്, അയാൾ എനിക്ക് എപ്പോ കണ്ടാലും ഉണ്ടല്ലോ, അടുത്തിരിക്കുന്ന ഒരു കുടിയനോട് പറയാണ് അയാള്, എനിക്ക് എപ്പോ കണ്ടാലും ഹരി 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 എന്നിങ്ങനെ ഉറക്കെ വിളിക്കാൻ തോന്നുന്നത്. അതെയാ? അപ്പൊ അടുത്ത കുടിയൻ ആളാരാന്ന് നോക്കുമ്പോ ആ മഞ്ഞ ഡ്രസ് ഇട്ട ആളല്ലേ, ഹരി ഹരി അയാളും വിളിക്കും. അപ്പൊ അത് കേട്ടിട്ട് ബാക്കിയുള്ള കുടിയന്മാര് നോക്കുമ്പോ മഹാപ്രഭുവിനെ കാണും. അങ്ങനെ എല്ലാവരും ഹരി 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 എന്ന്, അവിടെ ആ കുടിയന്മാരെല്ലാവരും ഹരി ഹരി എന്ന് പറയും. അപ്പൊ ഇതെല്ലാം കണ്ടത് നിത്യാനന്ദ പ്രഭു മഹാപ്രഭുവിനേക്കും ഞാൻ ലക്ഷ്മണനായിട്ടും എന്താ പറയാ ബലരാമനായിട്ടും എപ്പോഴും കൂടെ ഉണ്ടായിരുന്നു അങ്ങടെ. പക്ഷെ ഇത് എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? നിങ്ങൾ എല്ലാവർക്കും കാണുന്ന എല്ലാവർക്കും, ആ കുടിയന്മാർക്ക് വരെ എന്താ പറയാ നമ്മള് പറയുന്ന 4 യമനിയമങ്ങള്, നോ ഇൻടോക്സിക്കേഷൻ അല്ലേ, ആ യമനിയമങ്ങൾ പാലിക്കാത്ത അവർക്ക് വരെ മഹാപ്രഭു കൃഷ്ണപ്രേമം കൊടുത്തു. അപ്പൊ നിത്യാനന്ദപ്രഭു അത് കേട്ടാലോ, ശരി നിങ്ങൾ ഇത്രയും കൃഷ്ണപ്രേമം കൊടുക്കുന്നത് ഞാൻ ഇതിലും കരുണ ഞാൻ കാണിക്കുന്നു പറയും. അപ്പൊ നിത്യാനന്ദപ്രഭു അതിലും മേഴ്സിഫുൾ ആണ് മഹാപ്രഭുവിനേക്കാളും. ഇവിടെയാണ് നിത്യാനന്ദപ്രഭുവിനെ പറ്റി പറയുന്നത്, മാർക്കായി പ്രേമതൈ ജീവത്വനായി. അതായത് നിത്യാനന്ദപ്രഭു ജഗായും അതായും അടിച്ച് തല പൊട്ടിച്ചിട്ട് ചോര ഒഴുകാണ്. എന്നിട്ടും അവർക്ക് മഹാപ്രഭുവിൽ നിന്ന് കൃഷ്ണപ്രേമം കൊടുത്തു. നിത്യാനന്ദപ്രഭു ഈവൻ മോർ മേഴ്സിഫുൾ. നിത്യാനന്ദപ്രഭു ഇത് ഈ ഒരു ലീല കണ്ടതിന് ശേഷം നിത്യാനന്ദപ്രഭു അതല്ലേ ശരി, ഞാൻ ഇനി ഇതിലും കരുണ ഞാൻ കാണിക്കുന്നു പറഞ്ഞിട്ട്. അപ്പൊ മഹാപ്രഭു അതായത് മഹാപ്രഭു ലൈക്ക് വന്നതേ തന്നെ എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുക്കാനായിട്ടാണ്. അതായത് ജനിച്ചപ്പോ മുതലേ മഹാപ്രഭു എല്ലാവർക്കും കൃഷ്ണപ്രേമം കൊടുത്തിരുന്നു. ഓക്കെ, ഹരേ കൃഷ്ണ. അപരാധം ചെയ്യിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് സന്യാസം സ്വീകരിച്ചത് എല്ലാവരോടും. മറ്റെല്ലാവരും അപരാധം പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി. അതായത് ഈ അപരാധത്തിന്റെ ആസ്പെക്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ പറയുന്ന അപരാധം ഭഗവാനോട് മഹാപ്രഭുവിനോട് ചെയ്യുന്ന അപരാധം പൊറുക്കാൻ വേണ്ടിയിട്ടാണ് മഹാപ്രഭു അത് ചെയ്തത്. പക്ഷെ ഭക്തന്മാരോട് അപരാധം ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മഹാപ്രഭു ഒരിക്കലും നെവർ ഫോർഗിവ്. പിന്നെ അതിന് എന്താ പറയാ, അത് ഫോർഗിവ് ചെയ്യുന്നത് 2-3 ഇൻസിഡൻസ് ഉണ്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ അത് വേറൊരു ഭക്തന്റെ കാരുണ്യം ലഭിച്ചാൽ മാത്രമേ മഹാപ്രഭു പിന്നെ അവർക്ക് ഫോർഗിവ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോ
ദേവാനന്ദ പണ്ഡിറ്റിന്റെ പാസ്റ്റ് ടൈം എടുക്കുകയാണെങ്കിൽ അത് പറഞ്ഞു എനിക്കറിയില്ല അത് ഏത് ഭാഗത്തിലാണ് വരുന്നതെന്നുള്ളത്. എനിക്ക് തോന്നുന്നു അത് ഓൾറെഡി കഴിഞ്ഞു തോന്നുന്നു. ദേവാനന്ദ പണ്ഡിറ്റ് ശ്രീവാസ് ഠാക്കൂർ പോയിട്ട് ദേവാനന്ദ പണ്ഡിറ്റിന്റെ അടുത്ത് പോയി ഭാഗവതം കേൾക്കുന്നത് നവദ്വീപില് കുലിയാഗ്രാമില്, അതായത് കൊലദ്വീപില്, ഇപ്പോഴത്തെ നവദ്വീപ് ടൗണില്. അവിടെ ഇപ്പോഴും ആ സ്ഥലമുണ്ട്, അപരാധ പഞ്ചൻ പാട്ട് എന്ന് പറഞ്ഞിട്ട്. അപരാധ പഞ്ചനം ചെയ്ത വൈഷ്ണവ അപരാധം ചെയ്ത ദേവാനന്ദ പണ്ഡിറ്റിനെയും മഹാപ്രഭു ക്ഷമിക്കും. അതായത് ദേവാനന്ദ പണ്ഡിറ്റിന്റെ അടുത്ത് വക്രേശ്വര പണ്ഡിറ്റ് വരും. അപ്പൊ വക്രേശ്വര പണ്ഡിറ്റിനെ സെർവ് ചെയ്ത് എന്താ പറയുക, ദേവാനന്ദ പണ്ഡിറ്റ് പറയും ഇങ്ങനെയെങ്കിലും മഹാപ്രഭുവിന്റെ കല്ലോട് ഞാൻ അപരാധം അറിയാതെ ചെയ്തു എന്ന് പറയാൻ വേണ്ടി വക്രേശ്വര പണ്ഡിറ്റിനെ സെർവ് ചെയ്യുമ്പോൾ മഹാപ്രഭു വന്നിട്ട് ക്ഷമിക്കും. അപ്പൊ വേറൊരു ഭക്തന്റെ കാരുണ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഭക്തന്മാരോട് ചെയ്യുന്ന അപരാധം മഹാപ്രഭു ക്ഷമിച്ചിരുന്നുള്ളൂ, അല്ലാതെ മഹാപ്രഭു ക്ഷമിച്ചിരുന്നില്ല. ഇത് മഹാപ്രഭു എന്താ പറയാ, സ്വയം എന്താ പറയാ, ഇവിടെ മഹാപ്രഭു വിചാരിക്കുന്നത് ഞാൻ സ്വയം ഭഗവാനായിട്ട് വന്നിട്ട് പോലും ഇവർക്ക് എന്നെ ഒന്നും പ്രണാമം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം സ്വയം ഭഗവാനാണ്, ഭഗവാനെ പ്രണാമം ചെയ്യാതിരുന്നാൽ അതും വലിയ അപരാധമാണ്. നമ്മളിപ്പോ വായിച്ചു അല്ലെ ശാസ്ത്രത്തിലെ ഹരിഭക്തി വിലാസത്തിലെ ശ്ലോകം കോട്ടുന്നുണ്ടായിരുന്നു പ്രഭുപാദ്. അപ്പോ ഭഗവാന്റെ മൂർത്തിയെയും ഭഗവാന്റെ സന്യാസിനെയും പ്രണാമം ചെയ്യാതിരുന്നാൽ അത് അപരാധമാണെന്ന്. അപ്പോ ഇവിടെ മഹാപ്രഭു എന്തേ അവര് പ്രണാമം ചെയ്യുന്നില്ല. സോ അവര് അങ്ങനെയെങ്കിലും പ്രണാമം ചെയ്യട്ടെ. അപ്പൊ ഞാൻ സന്യാസം എടുത്തു കഴിഞ്ഞാൽ ഒരു സന്യാസിനെ കണ്ടാൽ പ്രണാമം ചെയ്യുമല്ലോ. അപ്പൊ ആ അപരാധത്തിൽ നിന്നെങ്കിലും അവർക്ക് മോക്ഷം കിട്ടും എന്ന് പറഞ്ഞിട്ടാണ് മഹാപ്രഭു ചെയ്യുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച് പ്രഭു. പ്രണാമം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ദേവാനന്ദ പണ്ഡിറ്റ് എന്ത് അപരാധമാണ് ചെയ്തത്? ദേവാനന്ദ പണ്ഡിറ്റ്, അതായത് അദ്ദേഹത്തിന് ചെറിയൊരു എന്താ പറയാ കുറച്ച് പ്രൗഡ് ഉണ്ടായിരുന്നു. അദ്ദേഹം വലിയ ഭാഗവത പ്രചാരകനാണ്, അല്ലെങ്കിൽ ഭാഗവത എന്താ പറയാ റിസൈറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഭാഗവത പ്രഭാഷകനാന്നുള്ളത്. അപ്പോ ഒരിക്കൽ ശ്രീവാസ് ഠാക്കൂർ ഇതുപോലെ എന്താ പറയാ ദേവാനന്ദ പണ്ഡിറ്റ് ഭാഗവതം വായിക്കുന്നത് കേൾക്കുമ്പോൾ ശ്രീവാസ് ഠാക്കൂർ അവിടെ പോയിട്ട് ഇരിക്കും. അപ്പോ ദേവാനന്ദ പണ്ഡിറ്റ് ഇങ്ങനെ പറയുമ്പോ ഭാഗവതം പറയാൻ ശ്രീവാസ് ഠാക്കൂറിന് ഭയങ്കര എക്സസീവ്, ഓ കൃഷ്ണ കൃഷ്ണ എന്ന് വിളിച്ചിട്ട് അദ്ദേഹം ആ ഭാവിലേക്ക് വരും. അപ്പോ എന്താ പറയാ അടുത്തിരിക്കുന്നവരൊക്കെ ഇയാളെത്തിട്ട് ഈ പറയണേ നമുക്ക് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റില്ല. അങ്ങനെ എന്താ പറയാ ആ ശ്രീവാസ് ഠാക്കൂറിന്റെ ഭാവം മൂർച്ഛിച്ച് കൃഷ്ണ കൃഷ്ണ എന്ന് ഉറക്കം വിളിക്കാന്ന് പറയുമ്പോ ദേവാനന്ദ പണ്ഡിറ്റ് പറയും, ദേവാനന്ദ പണ്ഡിറ്റിന് തന്നെ ഒരു എന്താ പറയാ ഡിസ്റ്റർബൻസ്. അപ്പൊ ദേവാനന്ദ പറയും അയാളെ പിടിച്ച് പുറത്താക്കുമെന്ന് പറയാം. അങ്ങനെ ശ്രീവാസ് ഠാക്കൂറിനെ ഇവരെല്ലാവരും അവിടെ ഇരിക്കുന്ന, അതായത് ദേവാനന്ദ പണ്ഡിറ്റിന്റെ തന്നെ സ്റ്റുഡൻസ് അവരെല്ലാവരും കൂടി ശ്രീവാസ് ഠാക്കൂറിനെ എടുത്ത് പുറത്ത് കൊണ്ടുവയ്ക്കും, പുറത്ത് കൊണ്ട് കിടത്തും. അപ്പൊ ഈ അപരാധമാണ് ദേവാനന്ദ പണ്ഡിറ്റ് ചെയ്തത്. അതായത് ശ്രീവാസ് ഠാക്കൂറിന്റെ ഭക്തി അത് മനസ്സിലാക്കാതെ അയാള് അത് ബിഹേവ് ചെയ്തു, ശ്രീവാസ് ഠാക്കൂറിനെ ഒഫൻഡ് ചെയ്തു. പിന്നെ എന്താ പറയാ തന്റെ സ്റ്റുഡൻസിന് ശരിയായത് പറഞ്ഞു കൊടുത്തില്ല. ഇങ്ങനെ 3 കാര്യങ്ങൾ നികത്തിയിട്ടാണ് മഹാപ്രഭു ദേവാനന്ദ പണ്ഡിറ്റ് ചാസ്റ്റൈസ് ചെയ്യുന്നത്. ദേവാനന്ദ പണ്ഡിറ്റ് പിന്നെ മഹാപ്രഭു കാണുമ്പോൾ മഹാപ്രഭു പറയുന്നു എനിക്ക് നിന്നെ കാണാൻ വേണ്ട, നീ ശ്രീവാസ് ഠാക്കൂറിനെ അപരാധം ചെയ്തു എന്നിട്ട് മഹാപ്രഭു റിജക്ട് ചെയ്യുന്ന ദേവാനന്ദ പണ്ഡിറ്റിന്. അപ്പോഴാണ് ദേവാനന്ദ പണ്ഡിറ്റ് മനസ്സിലാവുക ശ്രീവാസ് ഠാക്കൂർ എത്ര വലിയ ഭക്തനായിരുന്നു. അപ്പൊ ഞാൻ തന്റെ തെറ്റ് മനസ്സിലാവും. അതിനുശേഷമാണ് വക്രേശ്വര പണ്ഡിറ്റ്, കാരണം വക്രേശ്വര പണ്ഡിറ്റ് മഹാപ്രഭുവിന്റെ ക്ലോസ് അസോസിയേറ്റ് ആണ്, വൺ ഓഫ് ദി ദ്വാദശ ഗോപാലാസിലെ ഒരാളാണ്. പിന്നെ എന്താ പറയാ മഹാപ്രഭുവിന്റെ ഗ്രൂപ്പിലെ മെയിൻ ഡാൻസറാണ് അദ്ദേഹം. സംഭവം വക്രേശ്വര എന്നുള്ള പോലെ തന്നെ കുറച്ച് എന്താ പറയാ ശരീരം കുറച്ച് ഡിഫോമിറ്റീസ് ഉണ്ട്, 3 വളവുകളോ എന്താണ് ഉണ്ട് അദ്ദേഹത്തിന്റെ ശരീരം. പക്ഷെ എന്നാലും അദ്ദേഹം കീർത്തനം ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഡാൻസ് ചെയ്യും അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഡാൻസ് കൊണ്ട് എല്ലാവരും നോക്കി പോകും. അപ്പൊ അങ്ങനെ വക്രേശ്വര പണ്ഡിറ്റിനെ സേവ ചെയ്തിട്ടാണ് അദ്ദേഹം ആ അപരാധത്തിൽ നിന്ന് മുക്തി നേടുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ Hare Krishna. Thank you so much, Prabhu. Hare Krishna. Thank you, Prabhu. Hare Krishna. ഹരേ കൃഷ്ണ. വത്സകൽപത്രൂപശ്ച കൃപാസിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനന്തകോടി വൈഷ്ണവ കീ ജയ. जय ग्रंथराज श्री चैतन्य चरितामृत की जय. कृष्णदास जय कविराज स्वामीपाद की जय. श्रील जय प्रभुपाद की जय. गुरुदेव की जय जय. हरि गौर प्रेमानंदे हरि 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 बोल. हरि बोल। Thank you, हरे कृष्ण. Prabhu. Thank you so much. Hare Krishna. Hare Krishna. हरे Hare Krishna. कृष्ण।